ജാർഖണ്ഡ് പബ്ലിക് സർവീസ് പരീക്ഷാ ക്രമക്കേടിൽ CID 7 പേരെ അറസ്റ്റ് ചെയ്തു. വിദ്യാർത്ഥി പ്രതിഷേധം തുടരുന്നതിനിടെയാണ് അറസ്റ്റ്. OMR കാർബൺ കോപ്പികൾ തമ്മിൽ ഒത്തുനോക്കുന്ന നടപടികളും CID ആരംഭിച്ചിട്ടുണ്ട്. നോബിൾ മാരിക്കാരൻ വിവരങ്ങൾ നൽകും. നോബിൾ, ജാർഖണ്ഡിൽ പ്രതിഷേധം തുടരുകയാണ്. അത് ഓരോ ദിവസവും പ്രതിഷേധത്തിന്റെ ശക്തി കൂടുന്നു. സമവായ ചർച്ചകളും നീക്കങ്ങളും ഒന്നും ഫലം കാണുന്നില്ല. CID അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. CBI അന്വേഷണമാണ് ഈ വിദ്യാർത്ഥികളുടെ ആവശ്യം. എന്താണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ജാർഖണ്ഡിൽ? ഷിഹാസ്, ജാർഖണ്ഡിലെ വിദ്യാർത്ഥി പ്രതിഷേധം ഇപ്പോഴും ശക്തമായി തുടരുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ CID ഏറെ മുന്നോട്ട് പോയി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 7 പേരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഉദ്യോഗസ്ഥർ അടക്കമുള്ള ആളുകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന വിശദാംശങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. നിലവിൽ ഷിയാസ് പറഞ്ഞതുപോലെ തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ചോദ്യപേപ്പർ ചോർച്ച അടക്കമുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് CBI അന്വേഷണമാണ് പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നത്. അതിലേക്ക് എന്താണെങ്കിലും ഹേമന്ത് സോറൻ സർക്കാർ ഇതുവരെ അനുമതി നൽകിയിട്ടില്ല. അതാണ് ഈ പ്രതിഷേധം നീണ്ടുപോകാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്ന്. ആദ്യഘട്ടം മുതൽ തന്നെ ചർച്ചകൾ വളരെ പോസിറ്റീവാണെന്ന് വിദ്യാർത്ഥികൾ അടക്കം പറഞ്ഞിരുന്നു എങ്കിൽ പോലും ഈ CBI അന്വേഷണത്തിന്റെ കാര്യത്തിലേക്ക് എത്തിയപ്പോഴാണ് ചർച്ചകൾ മുഴുവൻ അലസിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത്. എന്താണെങ്കിലും നിലവിൽ ഇപ്പോൾ 7 പേര് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ OMR കാർബൺ കോപ്പികൾ തമ്മിലുള്ള ഒത്തുനോക്ക് നടപടി അടക്കം CID ആരംഭിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. നിലവിൽ ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ പ്രതിഷേധിക്കുമ്പോൾ ഈ പരീക്ഷ ക്ലിയർ ചെയ്ത, ഈ പരീക്ഷ വിജയിച്ച വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്നും സംസ്ഥാനത്ത് പ്രതിഷേധം വിവിധയിടങ്ങളിൽ ഉയരുന്നു എന്ന് നമ്മൾ ഈ ഘട്ടത്തിൽ എടുത്തു പറയണം. മൊത്തം 2200-ലധികം വിദ്യാർത്ഥികളാണ് JPSC പരീക്ഷയിൽ വിജയം നേടിയത്. ഇതിൽ പല വിദ്യാർത്ഥികളും കൂട്ടമായി പലയിടത്തും പ്രതിഷേധിക്കുന്നു. കാരണം ചോദ്യപേപ്പർ ചോർച്ച അടക്കമുള്ള കാര്യങ്ങൾ തടയാൻ നടപടികൾ വേണം എന്നതിന് യാതൊരു സംശയവുമില്ല. പക്ഷേ എങ്കിൽ പോലും തങ്ങളുടെ ഭാവി, ഇത്രയും കാലം പഠിച്ച് തങ്ങൾ ഇതിൽ വിജയിച്ചിരിക്കുന്നു, അതിന് പിന്നാലെ പരീക്ഷ റദ്ദാക്കി എന്ന് പറയുമ്പോൾ തങ്ങൾക്ക് വീണ്ടും പഠനം തുടരേണ്ട സാഹചര്യം, വീണ്ടും മാനസിക സമ്മർദ്ദം ഉയരുന്നു. സ്വാഭാവികമായും നീറ്റ് പരീക്ഷയിൽ എന്താണോ സംഭവിച്ചത്, എന്താണോ പ്രതിപക്ഷം വിമർശനമായി ഉന്നയിച്ചത്, അതേ ആശങ്കകൾ ആ വിദ്യാർത്ഥികളും പങ്കുവയ്ക്കുന്ന സാഹചര്യം എന്താണെങ്കിലും ഉണ്ടാകുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ അറസ്റ്റ് CID 7 പേരെ നടത്തിയിരിക്കുന്നു. കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകും എന്ന് ഉറപ്പാണ്. പക്ഷെ അപ്പോഴും ഇനിയിപ്പോൾ അടുത്ത ചർച്ചകൾ നടത്തിക്കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാനുള്ള നീക്കമാണ് JMS സർക്കാർ നടത്തുന്നത്, അവിടുത്തെ സർക്കാർ നടത്തുന്നത്. പക്ഷേ എങ്കിൽ പോലും അത് വിജയിക്കുന്നില്ല എന്ന് പ്രതിഷേധത്തിന്റെ തീവ്രത കൂട്ടുന്നു. ഇന്നും ഇപ്പോൾ നിയമസഭയിലേക്ക് അടക്കം മാർച്ചുകൾ നടത്താനുള്ള സാധ്യതയുണ്ട്. BJP സമാനമായി തന്നെ ഈ വിഷയത്തിൽ സർക്കാരിനും അവിടെ പ്രത്യേകിച്ച് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾക്കും എതിരെ പ്രതിഷേധം ശക്തമാക്കുന്നുണ്ട്. ABVP അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ തെരുവിൽ പ്രതിഷേധം സംഘടിപ്പിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. ശരി.